പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തി ഫൈനലിലെത്തിയ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയ നടപടിയിൽ ഇന്ന് 3 മണിക്ക് അതായത് ഉടൻ പാർലമെന്റിൽ കായിക മന്ത്രി പ്രസ്താവന നടത്താൻ പോവുകയാണ്. വിനേഷിനെ അയോഗ്യയാക്കിയ നടപടിക്കെതിരെ കേന്ദ്ര സർക്കാർ പ്രതികരിക്കണമെന്ന് പ്രതിപക്ഷം പാർലമെന്റിൽ ആവശ്യപ്പെട്ടിരുന്നു. ഭാരപരിശോധനയിൽ അനുവദനീയമായതിലും 100 ഗ്രാം ഭാരം കൂടുതൽ ആയതിനെ തുടർന്നാണ് വിനേഷിനെ അയോഗ്യയാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ PT ഉഷയുമായി സംസാരിച്ചിട്ടുണ്ട്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. അർജുൻ, ശക്തമായ പ്രതിഷേധമാണ് കായിക ലോകത്ത് നിന്നും അല്ലാതെയും ഒക്കെ ഉയർന്നുകൊണ്ടേയിരിക്കുന്ന. രാഷ്ട്രപതി അടക്കം ശക്തമായ ഭാഷയിൽ അപലപിച്ചിരിക്കുന്നു, ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യ ഔദ്യോഗികമായി പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് കായിക മന്ത്രി അല്പസമയത്തിനകം സംസാരിക്കുമെന്ന് അറിയുന്നു. എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ വരുന്നത്? പ്രതീക്ഷ അല്പസമയത്തിനകം തന്നെ പാർലമെന്റിൽ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പ്രസ്താവന നടത്തും. പാർലമെന്റിൽ ഈ കാര്യങ്ങൾ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഈ അയോഗ്യതയുമായി ബന്ധപ്പെട്ട് ധരിപ്പിക്കുക എന്നുള്ള കാര്യം കായിക മന്ത്രാലയത്തിന്റെ കൂടി ചുമതലയാണ്. മാത്രമല്ല MP-മാർ അത് ആവശ്യപ്പെട്ടതും കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പാർലമെന്റിൽ ലോക്സഭയിൽ അല്പസമയത്തിനകം തന്നെ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഈ വിനേഷ് ഫോഗട്ടിന് അയോഗ്യത ലഭിച്ച ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രസ്താവന നടത്താൻ പോകുന്നത്. വിവിധ MP-മാരിൽ നിന്നും പലതരത്തിലുള്ള പ്രതികരണം ഉണ്ട്. പ്രധാനമായിട്ടും അവസാനമായി എത്തുന്നത് സമാജ്വാദി പാർട്ടിയിൽ നിന്നാണ്. ഒരു ഉന്നതതല അന്വേഷണം തന്നെ വേണം, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ട് സമാജ്വാദി പാർട്ടി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കടുത്ത നിരാശയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരു മെഡൽ ഉറപ്പിച്ചതാണ്, അതിൽ സ്വർണം എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പിച്ചു. കാരണം വിനേഷ് ഫോഗട്ടിന്റെ നിലവിൽ തുടരുന്ന ഫോം അടക്കം ഉള്ള കാര്യങ്ങൾ പരിഗണിച്ച്, മാത്രമല്ല ലോക 1-ാം നമ്പർ താരത്തെ അട്ടിമറിച്ചുകൊണ്ട് അവർ ക്വാർട്ടർ ഫൈനലിലേക്കും പിന്നീട് സെമിയിലേക്കും ഇപ്പോൾ ഫൈനലിലേക്കും ക്വാളിഫൈ ചെയ്തതാണ്. അങ്ങനെ ഒരു മെഡൽ സ്വപ്നം എന്നുള്ള കാര്യം അത് പക്ഷേ നഷ്ടമായിരിക്കുന്നു. അതിലേക്ക് നയിച്ചത് ഇത്തരത്തിൽ അയോഗ്യതയാണ്. കടുത്ത വിമർശനം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇന്ത്യ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും ഒളിമ്പിക് സംഘാടക സമിതിയും അതുപോലെ തന്നെ ഒളിമ്പിക് അസോസിയേഷനെയും കടുത്ത നിരാശ അതുപോലെ തന്നെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള പാരീസിലുള്ള ഒളിമ്പിക് അസോസിയേഷൻ. ശരി അർജുൻ, എന്തായാലും നമുക്ക് പ്രതികരണത്തിനായി കാത്തിരിക്കാം. ഈ നിമിഷം നമ്മോടൊപ്പം 2 അതിഥികൾ കൂടി കായിക മേഖലയിൽ നിന്നും ചേരുന്നുണ്ട്. ഗിരിധർ VR റെസ്ലിംഗ് കോച്ചാണ്, ഒപ്പം വിശ്വനാഥ് മാതൃഭൂമി പത്രത്തിന്റെ സ്പോർട്സ് ലേഖകനാണ്. ഇരുവരുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീ ഗിരിധർ, വലിയ ഞെട്ടലാണ് നമ്മളെ സംബന്ധിച്ചോളം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വെള്ളി ഉറപ്പിച്ച് സ്വർണത്തിന് പൊന്നിനരികെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു മെഡലിന് പോലും അർഹതയില്ലാത്ത വണ്ണം ഈ അയോഗ്യത വരുന്നത്. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? ഒരു നേരിയ പ്രതീക്ഷ പോലും അറ്റുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ നടക്കം കായിക മേഖലയിൽ നടക്കം ഉയർന്നുകൊണ്ടുകൂടിയിരിക്കുകയാണ്. ശ്രീ ഗിരിധർ. തീർച്ചയായും ഇത് റെസ്ലിംഗിനെ സംബന്ധിച്ചോളം ഇതൊരു ദുരന്തമാണ്. നമ്മൾ എന്തൊക്കെയാണെങ്കിലും റെസ്ലിംഗ് എന്ന് പറയുന്ന റൂൾസിന്റെ ഇതില് ശരിക്കും ബൈൻഡ് ചെയ്യപ്പെട്ട ഒരു ഗെയിമാണ്. അപ്പം റൂളാണ് നമ്മൾ വില്ലനായിട്ടിരിക്കുന്നത്. റൂള് പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് ഡേ വെയിങ് സമയത്ത് നമുക്ക് 30 മിനിറ്റ് സമയം കിട്ടും വെയിങ് കൊടുക്കാനായിട്ട്. അപ്പൊ ആ 30 മിനിറ്റിനകത്ത് നമ്മുടെ ബോഡി വെയിറ്റ് കറക്റ്റ് ആക്കി ആദ്യത്തെ ദിവസം നമ്മൾ വെയിങ് കൊടുക്കണം. രണ്ടാമത്തെ ദിവസം ക്വാളിഫൈ ചെയ്തെന്ന് വെച്ചാൽ ഗോൾഡിന് വേണ്ടി പിടിക്കുന്നവരും പിന്നെ ബ്രോൺസ് ഫൈനലിന് വേണ്ടിയിട്ടുള്ള റിപ്പശാശ് മത്സരങ്ങൾക്കുള്ളവർക്കും വെയിങ് ഉണ്ട്. അപ്പൊ ഈ വെയിങ് ഉള്ളവർക്ക് 15 മിനിറ്റ് നേരമാണ് രണ്ടാമത്തെ ദിവസം വെയിങ് ഉള്ളത്. ഇപ്പൊ ഈ 15 മിനിറ്റിനകത്തുള്ളിൽ ഈ കറക്റ്റ് നമ്മുടെ ബോഡി വെയിറ്റ് കാണിച്ചില്ലെങ്കിൽ നമ്മൾ അയോഗ്യരായി പോകുന്നത് മാത്രമല്ല നമ്മുടെ പൂളിലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് നമ്മളെ റാങ്ക് ചെയ്യപ്പെടുന്നത്. ഇത് റൂളാണ്. അപ്പൊ ഇത് റൂൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. വിനീഷ് ആണെങ്കിലും ഇത് 3ാമത്തെ ഒളിമ്പിക്സ് ആണ് വിനീഷിന് ഉള്ളത്. അപ്പൊ വിനീഷിന് അറിയാം. അത് മാത്രമല്ല വിനീഷ് 53 കിലോഗ്രാമിൽ മത്സരിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. അപ്പൊ വിനീഷിന്റെ ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 54-55 കിലോളം ഉണ്ടാവുന്നതാണ്. അപ്പൊ അത് ഈ ഒരു മത്സരത്തിന് വേണ്ടി ബോഡി വെയിറ്റ് കുറച്ച് 50 കിലോ ആക്കിയതാണ് ഡേ ബിഫോർ യെസ്റ്റർഡേ. അപ്പോൾ അതും പട്ടിണി കിടന്നും വെള്ളം കുടിക്കാതൊക്കെയാണ് ഇങ്ങനെ വെയിറ്റ് കുറയ്ക്കുന്നത്. പക്ഷെ നമ്മൾ ഈ മത്സരം നമുക്കറിയാം, വിനീഷ് എന്ന് പറഞ്ഞ ഒരു വേൾഡ് ചാമ്പ്യനെ തോപ്പിച്ചു. അത് മാത്രമല്ല പാൻ അമേരിക്കൻ ചാമ്പ്യൻ, യൂറോപ്യൻ ചാമ്പ്യൻ, ഇതെല്ലാം ടൈറ്റ് പൂളായത്. എല്ലാ മത്സരങ്ങളും മത്സരിച്ച് ജയിച്ചു വന്നതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് വെള്ളം കുടിച്ചു കാണും, ഫുഡ് കുടിച്ചു കാണും. അപ്പൊ ഈ ഫുഡും വെള്ളവും എല്ലാം കുടിക്കുമ്പോൾ ഒരു റെസ്ലറിന് ഒരു 50 കിലോ ഉള്ള റെസ്ലർ തീർച്ചയായിട്ടും ഒരു 52 കിലോയുടെ മുകളിൽ പോകും. അപ്പൊ അത് എന്നാലും കുഴപ്പമില്ല. പക്ഷെ അടുത്ത ദിവസം രാവിലെ നമുക്ക് 50 കിലോ കാണിക്കണം.
അപ്പം നമ്മൾ ബിനീഷ് അത് ഹോൾ നൈറ്റ് വർക്കൗട്ട് ചെയ്തു. പക്ഷെ അതിന്റെ കുഴപ്പം എന്ന് പറഞ്ഞാല് ബിനീഷിനെ പണ്ട് വർക്കൗട്ട് ചെയ്ത പോലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ 3 ടൈറ്റ് മാച്ച് കഴിഞ്ഞിട്ട് പിന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ വിചാരിക്കുന്ന പോലെ പിന്നെ അതിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്താ ഒരു ഹാർഡ് ലക്ക്, ഇതെല്ലാം കൂടിയതാണ്. പക്ഷെ ഇത്രയും ചെയ്തിട്ടും 100 ഗ്രാം നമുക്ക് സമയത്തിനകത്ത് കുറയ്ക്കാൻ പറ്റിയില്ല. അപ്പൊ ഈ കാരണം ഇത് ശരിക്കും അന്വേഷിക്കേണ്ടതാണ്. ഇതാരെയും ഒന്നും ആർക്കും വേറെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ബിനീഷിന് ഇതെല്ലാം അറിയാവുന്നതാണ്. ബിനീഷിന്റെ കൂടെയുള്ള കോച്ചസിന് ഇത് അറിയാവുന്നതാണ്. പറ്റിയില്ല, അതൊരു ഭാഗ്യക്കേട്, ദുരന്തം, എന്ത് വേണമെങ്കിലും അതിനെ വിശേഷിപ്പിക്കാം കായിക ലോകത്ത്. ഇത് മാത്രമല്ല, ഈ റൂളിനെയൊക്കെ സംബന്ധിച്ച് ഇനി കൂടുതൽ ഇപ്പൊ നമുക്കിപ്പോ ആരാണ് സെക്കൻഡ് എന്നുള്ള ഇത് പോലും കാണുന്നില്ല. സെക്കൻഡ് മെഡൽ തന്നെ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതിനകത്ത്. തീർച്ചയായും അങ്ങനെ ഒരു ദുരന്തം എന്ന് തന്നെയാണ് ശ്രീ ഗിരിധർ വിശേഷിപ്പിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയതാണ്. ശ്രീ വിശ്വനാഥൻ പറയുമ്പോൾ അറിയാം അതിന്റെ റോള് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. അതാണ് ശ്രീ ഗിരിധർ പറഞ്ഞതുപോലെ തന്നെ അത് ബൈൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നേരിയ വ്യത്യാസം പോലും അത് ഉൾക്കൊള്ളേണ്ടതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു വലിയൊരു ആഘാതമാണ്. ഒരുപാട് മെഡൽ പ്രതീക്ഷകൾ ഒക്കെ ഉണ്ടായിരുന്നത്. ഇന്ത്യ ഉറപ്പിച്ച ഒരു മെഡൽ നമുക്ക് നഷ്ടമാകുമ്പോൾ വലിയ രീതിയിൽ അത് അപലപിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നേരിയ പ്രതീക്ഷ പോലും അതുപോലും അറ്റുപോയിരിക്കുന്നു. ഏറ്റവും ഇന്ത്യൻ സ്പോർട്സിനെ സംബന്ധിച്ചോളം തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ്. കാരണം നമുക്കറിയാം, ഇന്ത്യയിൽ നിന്ന് ഇന്നേ വരെ ഒരു വനിത അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടില്ല. നമ്മളിപ്പോ ഓസ്കർ അവാർഡ്, നൊബേൽ പ്രൈസ് എന്നൊക്കെ പറയുന്നതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ആണ് സത്യത്തിൽ ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ എന്ന് പറയുന്നത്. അപ്പം അത് ഒരിക്കലും ഒരു ഇന്ത്യൻ വനിത കിട്ടിയിരുന്നില്ല. ആദ്യമായ ഒരു ഇന്ത്യൻ വനിത അത് കഴുത്തിലണിയാൻ പോകുന്നു എന്ന ഒരു വലിയ പ്രതീക്ഷയിലും ആനന്ദത്തിലും ആയിരുന്നു നമ്മൾ. നമുക്ക് വിനേഷ് ഫോഗട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വിനേഷ് ഫോഗട്ട് വർഷങ്ങളായിട്ട് ഹരിയാനയിലെ ഒരു റെസ്ലിംഗ് ഫാമിലിയിൽ തന്നെ വരുന്നതാണ്. ഈ റെസ്ലിംഗിന്റെ എല്ലാവിധ നിയമങ്ങളിലൂടെയും അല്ലെങ്കിൽ അതിന്റെ പരിശീലന ക്രമങ്ങളിലൂടെയും കടന്നു വന്ന ആളാണ്. റിയോ ഒളിമ്പിക്സിൽ അവർ മത്സരിച്ചിരുന്നു, നല്ല ഫോമിലായിരുന്നു. അതിനിടെ നിർഭാഗ്യകരമായ രീതിയിൽ അവർക്ക് പരിക്കേൽക്കുന്നു. അതിനുശേഷം ടോക്കിയോയിൽ വരുന്നു. ടോക്കിയോയിൽ അവർ വേൾഡ് നമ്പർ 1 ആയിട്ടാണ് അണ്ടർ 53 കിലോ കാറ്റഗറിയിൽ വരുന്നത്. അതിൽ ആദ്യ മത്സരം ജയിച്ചു, പക്ഷെ രണ്ടാമത്തെ മത്സരം തോറ്റു പുറത്തുപോയി. വീണ്ടും ഒരു മനക്കരുത്തൊക്കെ ഉപയോഗിച്ച് കുറെ കാലം വിട്ടുനിന്നതിന് ശേഷം കഠിനമായി ഫൈറ്റ് ചെയ്ത് സ്വാഭാവികമായും ശരീരഭാരം കുറച്ചുകൂടി ഈസിയ ഒരു കാറ്റഗറിയിലേക്ക് മാറി. അത് പലരും ചെയ്യുന്ന കാര്യമാണ്. ആദ്യമായിട്ട് വിനീഷ് അല്ല ചെയ്ത് 50 കിലോഗ്രാമിന് താഴെയുണ്ട്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നല്ലൊരു പ്രൊഫഷണൽ സിസ്റ്റം നമുക്ക് ഇന്നുണ്ട്. കാരണം സയന്റിഫിക് ആയിട്ട് കാര്യങ്ങളെ ചെയ്യാനും എല്ലാവരുടെ സപ്പോർട്ട്, ടീമിനൊപ്പം കോച്ചസ് ഉണ്ട്, ഡയറ്റീഷ്യൻ ഉണ്ട്, മറ്റുള്ള ആളുകളൊക്കെ ഉണ്ട്, സപ്പോർട്ടിങ് സ്റ്റാഫ് ഉണ്ട്. ഇങ്ങനെയൊക്കെ സപ്പോർട്ടിങ് സ്റ്റാഫ് ഉണ്ടായിട്ട് വളരെ ക്രൂഷ്യലായ ഒരു ടൈമിൽ അതിന് കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു വലിയ വീഴ്ച തന്നെയാണ്. അത് നമുക്കറിയാം, ഒരുപാട് വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ ഒരു ഒളിമ്പിക്സിന് പോകുന്നത്. അപ്പോൾ ഒളിമ്പിക്സിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ വെയിറ്റ് ടെസ്റ്റിൽ പരാജയപ്പെട്ടു പോകുന്നുള്ളത് വളരെ സങ്കടകരമാണ്. അതിന്റെ കാര്യമോ അല്ലെങ്കിൽ അതിന്റെ ഇരകളെയോ തിരയുകയല്ല. പക്ഷെ നമ്മുടെ സിസ്റ്റത്തിൽ കുറെ വീഴ്ചകൾ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ പറ്റില്ല. 53 കിലോഗ്രാമിൽ മത്സരിച്ചാലും വിനേഷിന് ഒരു പക്ഷേ ചില സാധ്യതകൾ ഉണ്ടാവുമായിരുന്നു. പക്ഷെ അതില്ലാതെ 50ലേക്ക് വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് ആ ഒരു ശരീര വെയിറ്റ് ഈ ഒരു ഒറ്റ ദിവസം കൂടിയെങ്കിലും നിലനിർത്താൻ കഴിയേണ്ടതായിരുന്നു. അത് കഴിഞ്ഞില്ല. പക്ഷെ അതെല്ലാം മാറ്റി നിർത്തിയാൽ, ടെക്നിക്കലായ സാധനങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഇന്ത്യൻ സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കറുത്ത ദിവസങ്ങളിലൊക്കെ. കാരണം ഈ വിനേഷ് ഫോഗട്ട് ചർച്ച ആകപ്പെടുന്നത് കൂടി കാരണം ഒരു നേട്ടത്തിലേക്ക് വരുമ്പോൾ വലിയ പ്രതീക്ഷ കൂടി അതിന് 2 അർത്ഥതലങ്ങൾ കൂടിയുണ്ട്. ഒന്ന് കായികമായിട്ടും, പിന്നീട് ഒരു വീരപരിവേഷത്തിലേക്ക് വരുന്നത് ഈ ഗുസ്തി ഫെഡറേഷൻ അധികാരികളുടെ നീതികേടിനെതിരെ ഫൈറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അത് ഒരുപക്ഷെ ഒരു കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടിനെ പോലും അതിനെതിരെയൊക്കെ നേടിയെടുത്ത ഒരു ഊർജം, വിജയം എന്ന തലത്തിലൊക്കെ നമ്മൾ അടയാളപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ വരുന്നതാണ്. ആ നിലയ്ക്ക് കൂടി സ്വാഭാവികമായിട്ടുമായ രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ കാണും. കാരണം എന്താ വെച്ചാൽ, ഡൽഹിയിൽ നടന്ന സമരത്തില്, റെസ്ലേഴ്സിന് വേണ്ടി നടന്ന സമരത്തിൽ മുൻനിരയിൽ വിനേഷ് ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, സാക്ഷി മാലിക്, ബജ്രംഗ് പുനിയൊക്കെ പോലെ കരിയർ മിക്കവാറും അവസാനിച്ച് കഴിഞ്ഞ ആളുകളായിരുന്നു സമരത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ വിനേഷ് ആ സമരത്തിൽ ഒരു നിലപാടെടുത്ത് നിന്നു. ഇനി കരിയർ ബാക്കിയുണ്ട്, റെസ്ലിംഗ് ഫെഡറേഷന്റെ പിന്തുണ കിട്ടിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്നൊക്കെ അറിഞ്ഞുകൊണ്ടേ അവർ നിന്നിട്ടുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇന്ത്യയിലെ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടാവുക സ്വാഭാവികമാണ്.
വേണ്ടത്ര രീതിയിലുള്ള ടീം മാനേജ്മെന്റിൽ നിന്നോ റെസ്ലിംഗ് ഫെഡറേഷനിൽ നിന്നോ പിന്തുണ കിട്ടിയില്ല എന്നുള്ള ആരോപണം ഉയരാവുന്ന സാഹചര്യമാണ്. അതെനിക്ക് അറിയില്ല, അങ്ങനെ ചെയ്യുമെന്ന ഒരു ആരോപണം ഞാൻ ഉന്നയിക്കില്ല. പക്ഷെ അങ്ങനെ സാഹചര്യമുണ്ട്. കാരണം ആ രീതിയിലുള്ള ഒരു വളരെ പൊളിറ്റിക്കൽ കൂടിയായി പോയ, ദുർഭാഗ്യകരമായ രീതിയിൽ വളരെ പൊളിറ്റിക്കലായി പോയ, രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു കൂടി പോയ ഒരു സമരം. അതായത് ആ സമരത്തില് ശരിയായ പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ പറ്റാതെ പോകാനുള്ള കാരണം അയാളുടെ രാഷ്ട്രീയ സ്വാധീനം കൂടിയാണെന്ന് ഈ രാജ്യത്തുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. അങ്ങനൊരു സമരത്തിൽ വളരെ ശക്തമായി നിലകൊണ്ട വിനീഷ് ഈ ഒരു മെഡൽ നേടിയിരുന്നെങ്കിൽ അതിന് വലിയ വലിയ അർത്ഥതലങ്ങളും മാനങ്ങളും ഉണ്ടാകുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് അവർക്ക് ഇങ്ങനൊരു അപകടം അല്ലെങ്കിൽ ഒരു ദുരന്തം സംഭവിക്കുന്നത്. അതിന്റെ കാരണങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ടി വരും തീർച്ചയായിട്ടും. സ്പോർട്സിനെ വളരെ അടുത്തു നിന്ന് കാണുന്ന, വളരെ ടെക്നിക്കലായിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളൊക്കെ എന്തൊക്കെ ന്യായങ്ങൾ ഉന്നയിച്ചാലും വളരെ സംശയകരമായ ഒരു സാഹചര്യം ഇതിലുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വിനേഷിന് തന്നെ ഇത് സംഭവിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ്. കാരണം മുമ്പൊക്കെ എങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. ഒരു വിവാദപരമായ ഒരു സാഹചര്യം, ഒരു വിവാദപരമായ ഒരു അവസ്ഥയിലാണ് പെട്ടെന്ന് അവർക്ക് ഇങ്ങനെ ഒരു സംഭവിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും രാജ്യത്ത് ആളുകൾക്ക് സംശയം വരും, പ്രതിഷേധമുണ്ടാവും. അതിന് ഉത്തരം പറയേണ്ടത് ബാധ്യത അധികൃതർക്ക് ഉണ്ടാവും. ഇത് ഞാൻ പൊളിറ്റിക്കലൈസ് ചെയ്യല്ല. പക്ഷെ സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഇന്ന് അതിനെ വല്ലാതെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, എല്ലാ സ്പോർട്സ് ഓർഗനൈസേഷനുകളുടെയും തലപ്പത്ത് ഇപ്പൊ രാഷ്ട്രീയ നേതാക്കളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഗുസ്തി ആയാലും പലതരം പൊളിറ്റിക്കൽ ഗുസ്തി നടക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് അതിന്റെ ഒരു ആവശ്യമില്ല. യഥാർത്ഥത്തില് സത്യത്തില് സ്പോർട്സ് പേഴ്സൺസ് ആയിരിക്കണം എപ്പോഴും ഈ സ്പോർട്സിലെ നിയന്ത്രണ രംഗത്ത് വരണം. അങ്ങനെയാണെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. ഇത് ദുരമൂത്ത MP-മാരും മന്ത്രിമാരും എല്ലാം തന്നെ ഓരോ അസോസിയേഷനുകൾ പിടിച്ചെടുക്കുകയും അതിന്റെ തലപ്പത്തിരിക്കുകയും അവർ പലപ്പോഴും വിവാദങ്ങൾക്ക് ഇരയാവുകയും ചെയ്യുന്നു. ഈ ബ്രിജ്ഭൂഷന്റെ വിവാദം തന്നെ എത്ര വൃത്തികെട്ടതാണ്, എത്ര മോശമാണെന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ചും റെസ്ലിംഗ് എന്ന് പറയുന്നത് ഒളിമ്പിക്സ് പോലുള്ള മീറ്റുകളിലെല്ലാം തന്നെ നമുക്ക് വലിയ മെഡലുകൾ സമ്മാനിക്കുന്നതാണ്. നമുക്ക് വിനേഷ് ഫോഗട്ടിന്റെ ചരിത്രം നോക്കാം. ഏഷ്യൻ ഗെയിംസില്, ഏഷ്യൻ മീറ്റില്, വേൾഡ് ചാമ്പ്യൻഷിപ്പില് എല്ലാം തന്നെ മെഡൽ നേടി, കോമൺവെൽത്ത് ഗെയിംസിലൊക്കെ മെഡൽ നേടിയ ഒരു റെസ്ലറാണ്. ഒരു പക്ഷേ അവർക്ക് 29 വയസ്സായി. ഇനി അടുത്തൊരു ഒളിമ്പിക്സിൽ പറ്റിക്കൊള്ളണമെന്നില്ല. 3ാമത്തെ ഒളിമ്പിക്സിലാണ് മത്സരിക്കുന്നത്. ഒരു മിക്കവാറും ഒരു അവസാന ചാൻസ് ആയിരുന്നു. ആ സമയത്ത് തന്നെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിലാർക്കെങ്കിലും നോട്ടക്കുറവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും പേരിൽ ഉപേക്ഷ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശിക്ഷയെ എന്തിനായിരുന്നു നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പറയുന്നത് ശ്രീ ഗിരിധർ. അതായത് ഇതിന്റെ നിയമാവലി സംബന്ധിച്ചൊക്കെയുള്ള അതിന്റെ സാങ്കേതികത്വമൊക്കെ നോക്കുമ്പോൾ ആ അർത്ഥത്തിൽ പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് വിനേഷ് ഫോഗട്ടിന് സംഭവിച്ചിരിക്കുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീരപരിവേഷം അടക്കം ഇന്ത്യ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നതിന് 2 അർത്ഥതലങ്ങൾ ഉണ്ട്, നേരത്തെ വിശ്വനാഥൻ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിശോധന കൃത്യമായും വരേണ്ടതല്ലേ? ഒരു 100 എന്നത് ഒരു വലിയ ഒരു ഭാരമായി അത് ഇന്ത്യക്ക് മേൽ ഭവിച്ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ 100 ഗ്രാം എന്നത്. അതെ, നമ്മള് ഈ ഒരു ഇഷ്യൂനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട ആവശ്യമില്ല. കാര്യം റെസ്ലിംഗ് എന്ന് പറഞ്ഞൊരു ഇൻഡിവിജ്വൽ ഗെയിമാണ്. അതിൽ ആർക്കും ഒന്നും കൈകടത്താൻ പറ്റില്ല, ഒരു കാരണവശാലും കൈകടത്താൻ. അത് സ്ട്രേറ്റ് അവേ നമ്മൾ മത്സരത്തിൽ റൂൾ അനുസരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അതിൽ ആർക്കും ഒന്നും, അത് ഒഫീഷ്യൽസിനോ അല്ലെങ്കിൽ വേറെ ആർക്കോ അതിലൊന്നും ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല. ഇതിൽ പറ്റിയിരിക്കുന്നത് നമ്മൾ റൂൾ ഫോളോ ചെയ്തില്ല. അത് സെക്കൻഡ് ഡേ നമുക്ക് ആ കറക്റ്റ് 50 kg നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. അത് ആരുടെ കുറ്റം എന്ന് പറഞ്ഞാൽ അത് വേറെ ആരുടെയും നമുക്ക് ഇതിൽ കൊണ്ട് വെക്കേണ്ട ഒരു ആവശ്യവും ഇതിനകത്ത് വരുന്നില്ല. ഇത് തീർച്ചയായിട്ടും വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത് പുതിയ പ്ലെയർ അല്ല, വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള. വിനേഷ് ഫോഗട്ട് മാത്രമല്ല, വിനേഷ് ഫോഗട്ടിന്റെ സിസ്റ്റേഴ്സ്, ഫാമിലി, ഇവരെല്ലാം റെസ്ലിംഗ് കണ്ടായി കുട്ടി വളർന്നത് തന്നെ. അപ്പൊ റെസ്ലിംഗിന്റെ എല്ലാ നിയമവശങ്ങളും കൃത്യമായിട്ട് അറിയാവുന്ന വിനീഷിന് അന്ന് അവിടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയില്ല. അത് കൂടെ ഉണ്ടായിരുന്ന കോച്ചസും, പക്ഷെ അത് പറ്റിയില്ലെന്ന് വെച്ചാൽ അവര് മാക്സിമം ട്രൈ ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ 3 കണ്ടിന്യൂസ് ആയിട്ട് നല്ല ടൈറ്റ് ബൗട്ട് വന്നു. അപ്പൊ ഈ വെയിറ്റ് കുറച്ചിട്ട് 3 ബൗട്ട് പിടിക്കുമ്പോൾ നാച്ചുറലി ഈ വെയിറ്റ് കൂടും. ഈ 50 കിലോ ഉള്ള ശരിക്കും വിനീഷിന്റെ ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ 53, 54, 55 kg ഉണ്ടാവും. അത് കുറച്ച് 53-ൽ ഇറങ്ങേണ്ട വിനീഷിന് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് 50-ൽ ഇറങ്ങിയത്. 50-ൽ അത്രയും വെയിറ്റ് കുറച്ചിട്ട് അപ്പൊ അടുത്ത മത്സരത്തിന് മുമ്പ് നമുക്ക് 50 കാണിച്ചു ഡേ ബിഫോർ യെസ്റ്റർഡേ. അത് കഴിഞ്ഞ് നമ്മൾ ബൗട്ടെല്ലാം കഴിഞ്ഞു. ബൗട്ട് നമുക്ക് എല്ലാവരും കണ്ടതാണ്, ഏറ്റവും നല്ല ബൗട്ടുകളാണ്. 3 ബൗട്ടുകൾ നടന്നു. അപ്പം ഡെഫിനറ്റ്ലി ഒരുപാട് ഡ്രെയിൻ ഔട്ട് ആയി കാണും. പിന്നെ എനിക്ക് തോന്നുന്നു രാത്രിയായപ്പോൾ 2 കിലോ ആയിരുന്നു കൂടുതൽ. അപ്പൊ ആ 2 കിലോ കുറയ്ക്കുന്നതിന് നമുക്ക് അത്രയും പിന്നെയും നമുക്ക് കായികമായിട്ട് അധ്വാനിക്കേണ്ടതുണ്ട്. പക്ഷെ വിനീഷ് 3 റെസ്ലിംഗ് ബൗട്ട് കഴിഞ്ഞ് നിൽക്കുന്ന വിനീഷിന് പഴയതുപോലെ അത്രയും എക്സേർട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ടും ത്രൂ നൈറ്റ് പുള്ളിക്കാരത്തി സൈക്ലിങ്ങും ചെയ്ത് നോക്കി. എന്ത് ചെയ്യാനും 15 മിനിറ്റ്സേ ഉള്ളൂ ആ വെയിങ് ടൈമില്ല. മുടി മുറിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല എന്നാണ് പറയുന്നത് സെക്കൻഡ് ഇതില്. വളരെ ഒരു ദുരന്തമായി പോയി.
നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു ദുരന്തം. നമുക്ക് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റാത്ത ഒരു ദുരന്തമാണ്. പറയുകയാണെങ്കിൽ ആരെയാ പറയണ്ടേ? കോച്ചസ് ഉണ്ടായിരുന്നു, സപ്പോർട്ടീവ് സ്റ്റാഫ് ഉണ്ടായിരുന്നു. മനുഷ്യന് കഴിയുന്നതല്ലേ പറ്റുള്ളൂ. നോക്കിയില്ല. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇത് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആയാലും സായി ആണെങ്കിലും ഒളിമ്പിക് അസോസിയേഷൻ ആണെങ്കിലും അതിനെക്കുറിച്ചൊരു അന്വേഷണം ഉണ്ടാവും. നമ്മുടെ വിനീഷിന്റെ സാഹചര്യം കരിയർ തന്നെ തൃശങ്കുവിലാവുകയാണല്ലോ ശ്രീ ഗിരിധർ. അല്ല, വിനീഷിന്റെ ലാസ്റ്റ് ഒരു ഇതായിരുന്നു മാക്സിമം, അതായത് 53 കിലോ നമ്മൾ ഇന്ത്യ ഓൾറെഡി ക്വാളിഫൈ ചെയ്തായതുകൊണ്ട് ആ വെയിറ്റ് കിട്ടിയില്ല. അപ്പൊ വിനീഷിന്റെ മുമ്പ് 2 ചോയ്സേ ഉള്ളൂ. നീ 57 പോയി ട്രയൽ കൊടുക്കുക, അല്ലെങ്കിൽ 50 ട്രയൽ കൊടുക്കുക. അപ്പം വിനീഷ് ശരിക്കും ഒരു ട്രയൽ സമയത്ത് 50 വെയിറ്റ്, അതായത് 53 ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് 50 ഇറങ്ങിയത്. അപ്പൊ ആ സമയത്ത് തന്നെ ഫെഡറേഷൻ ആണെങ്കിൽ ഒരുപാട് അന്ന് 2 കിലോ ടോളറൻസ് ആണ് ആ ഒരു സെലക്ഷൻ സമയത്ത് കൊടുക്കുന്നത്. അത് എല്ലാ സമയത്തും കൊടുക്കുന്നതാണ് ടോളറൻസ്. നമ്മൾ സെലക്ഷൻ ട്രയൽസിലൊക്കെ നമ്മൾ 1 കിലോ 2 കിലോ ഒക്കെ ടോളറൻസ് കൊടുക്കും. അതായത് കോമ്പറ്റീഷന്റെ നമ്മൾ അത്രയും ഡ്രെയിൻ ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും നമ്മൾ എന്താ പറയുന്നത്, ഇതൊരു ഹാർഡ് ലക്ക് അല്ല. അതിലൊന്നും വേറെ ഒന്നും ഇതിൽ പറയേണ്ട കാര്യമില്ല. നമ്മളൊരു ദുരന്തം അത് ആ രീതിയിൽ കാണുക. പിന്നെ ഇത് തീർച്ചയായിട്ടും ഇത് ഇനിയുള്ള കോച്ചസിനാണെങ്കിലും റെസ്ലേഴ്സിനാണെങ്കിലും ഇതൊരു വലിയ പാഠമാണ്. പിന്നെ വളരെ വെയിറ്റ് കുറയ്ക്കുന്ന കാര്യങ്ങളും വെയിറ്റ് മാറുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് വേണം ഇതിലോട്ട് പോകേണ്ടത്. അത് മാത്രമല്ല, ഈ ഒരു ഇഷ്യൂ ശരിക്കും എനിക്ക് തോന്നുന്നു റെസ്ലിംഗ് UWW രീതിയിൽ വേണമെങ്കിൽ ഇത് ചർച്ചയാവും. റൂൾസിന് തന്നെ എന്തെങ്കിലും അറിയില്ല, എന്തെങ്കിലും റിലാക്സേഷൻ റൂൾസിന് കിട്ടുമെന്ന് അറിയത്തില്ല. കാര്യം ഇന്നലെ വരെ അത് ഫൈനലിസ്റ്റ് ആയിരുന്നു, സിൽവർ മെഡലിസ്റ്റ്, അതായത് ഗോൾഡോ സിൽവറോ ആയിരുന്നു. ഇന്നലത്തെ പെർഫോമൻസ് വെച്ച് നോക്കും. പക്ഷെ റൂൾ അങ്ങനെയാണ്. നമ്മൾ റൂള് എല്ലാവർക്കും റൂൾ അറിയാവുന്നതാണ്. റൂളിന് ഇനി ചേഞ്ചസ് ഇനി ഫ്യൂച്ചറിൽ വരുമെന്ന് അറിയില്ല. റൂൾ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ റൂള് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടുന്ന ഒരു രീതിയിലാണ് റൂള് ആകേണ്ടത്. അപ്പം റൂൾസ് നമ്മൾ ഓരോ കാലഘട്ടം കഴിയുന്നതും റൂൾസ് മാറി മാറി വരും. ഇതിൽ ഇനി എന്ത് തീരുമാനം എടുക്കും അറിയത്തില്ല. പക്ഷെ ഇത് ആദ്യത്തെ ഇവന്റ് അല്ല. വെയിറ്റ് കാറ്റഗറി വരുന്ന പല ഇവന്റ്സിലും ഒളിമ്പിക്സിൽ ഇതിനു മുമ്പേ ബോക്സിങ്ങിലും പല താരങ്ങളും ഇതുപോലെ ഡിസ്ക്വാളിഫൈ ആയിട്ടുണ്ട്. ഇത് ആദ്യത്തെ തവണ അല്ല ഇത് നടക്കുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു ബാഡ് ലക്ക് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്ക് ഹൃദയത്തിനേൽക്കുന്ന അതിൻ്റെ ആഘാതം വലുതാണ്. ശ്രീ വിശ്വനാഥൻ, ഇത് എന്തെങ്കിലും റൂൾ റിലാക്സേഷന് വഴിവെക്കുന്ന തരത്തിലേക്ക് ഇന്നത്തെ സംഭവം വഴിമാറുമോ? കാരണം ഇന്ത്യ വളരെ ശക്തമായി തന്നെ ഭാഷയിൽ തന്നെ ഇത് രജിസ്റ്റർ ചെയ്യുന്നു. രാഷ്ട്രപതി അടക്കം ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നു. പാർലമെന്റിലേക്ക് ഈ വിഷയം എത്തുന്നു. കാരണം ഇതിന് വിനേഷ് ഫോഗട്ടിൻ്റെ ഒരു വിഷയം കൂടി ആകുമ്പോൾ അത് ആ നിലയ്ക്ക് തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് എന്ത് ചലനങ്ങൾ ഇതിൻ്റെ നിയമാവലിയിലടക്കം, കാരണം നോക്കൂ, ഒരു നേരിയ ഒരു വിഷയത്തിലാണ്, നേരിയ 100 ഗ്രാം അല്ലെന്ന വ്യത്യാസത്തിലാണ്. അപ്പോഴും ശ്രീഗിരിധരനെ പോലെയുള്ളവർ അതിൻ്റെ റൂളിൻ്റെ കാര്യമാണ് എടുത്ത് പറയുന്നത്. ഇതിന്റെ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്ന ഇതിന്റെ ടെക്നിക്കലായിട്ടുള്ള കമ്മിറ്റിയൊക്കെ മുന്നിൽ ഈ പ്രശ്നം വരുമ്പോൾ അവർക്ക് 2 രീതിയിൽ കാര്യങ്ങൾ എടുക്കാം. റൂളിൽ കടുപ്പിടുത്തം പിടിക്കാം. പക്ഷെ ഈ പലപ്പോഴും ഇൻഫ്ലുവൻഷ്യലായ കണ്ടിജന്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഈ സാധനങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് എന്നുള്ള ഇത് പല രീതിയിലും കേട്ടിട്ടുണ്ട്. ഈ സ്പോർട്സ് മീറ്റുകളിലൊക്കെ സംഭവിക്കുന്ന സമയത്ത് വായിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം ഈ ലോബിങ് എന്ന് പറഞ്ഞ സാധനം കൃത്യമായിട്ട് സ്പോർട്സ് നടക്കുന്നുണ്ട്. കാരണം അത് ഞാൻ പറഞ്ഞുതരാം, ഈ ഡോപ്പിങ്ങിന്റെ കാര്യത്തിലൊക്കെ തന്നെ പഴയ ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസ് വളരെ ശക്തമായ രീതിയിൽ അത്ലറ്റിക്സിൽ ലോബിങ് പിടിമുറക്കിയിരുന്ന സമയത്ത് പല സമയത്തും കാണാതെ പോയിട്ടുണ്ട്. ഈ ഡോപ്പിങ്ങിന്റെ കാര്യത്തിൽ പല വലിയ അത്ലറ്റുകളും പിന്നീട് അതിൽ ഡോപ്പ് ചെയ്ത് പിടിക്കപ്പെട്ടവരും ഒക്കെ ആയിട്ട് പോലും അവർ മെഡൽ തിരിച്ചു വാങ്ങാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഒരുപാട് വലിയ അത്ലറ്റുകളുടെ കാര്യം. പക്ഷെ നമ്മുടെ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇന്ത്യയിലെ അസോസിയേഷനുകൾക്ക് തന്നെ, ഫെഡറേഷനുകൾക്ക് കൃത്യമായും ഒരു വേൾഡ് ബോഡിയിൽ ഈ രീതിയിലുള്ള ഒരു ലോബിങ് നടത്താൻ പറ്റാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമുണ്ട്. അത്തരം ലോബിങ് ഉണ്ടാവുന്ന സമയത്തെല്ലാം തന്നെ പലപ്പോഴും ചെറിയ ഇളവുകൾ പലർക്കും ലഭിക്കാറുണ്ട്. ക്രിക്കറ്റ് നല്ലൊരു ഉദാഹരണമായി എടുത്താൽ മതി. ക്രിക്കറ്റിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഇത്തരം റൂൾസിന്റെ സംഗതികളിലൊക്കെ തന്നെ പലപ്പോഴും BCCI വളരെ സ്ട്രോങ് ആയ ഒരു സംഘടനയായതുകൊണ്ട് ഇന്ത്യക്ക് അനുകൂലമായ തീരുമാനങ്ങളുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാ സ്പോർട്സിലും ഈ ഒരു സംഗതി കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കൻ അത്ലറ്റുകൾക്ക് അവരുടെ സ്വാധീനം ഉണ്ടെങ്കിൽ ചൈനീസ് അത്ലറ്റുകൾ അവിടെ നടക്കുന്ന സാധനങ്ങൾ അവരുടെ സ്വാധീനം ഒക്കെ വല്ലാതെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്ത് വളഞ്ഞ വഴിക്ക് മെഡൽ കിട്ടണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ചെറിയ ഇളവുകൾ ചില സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, അത് അണ്ടർ ദ ടേബിൾ നടക്കുന്ന കാര്യങ്ങളാണ്.
ഇതിലും വളരെ ചെറിയ വ്യത്യാസമാണ് 100 ഗ്രാം എന്നത് എനിക്ക് തോന്നുന്നു. പലപ്പോഴും ഈ സ്റ്റേറ്റ് മത്സരങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് 2-3 കിലോ കൂടുതലുള്ള ആളുകൾ അത് കുറച്ച് മത്സരിക്കുന്നുണ്ട്, എന്നിട്ട് അവർ അതിൽ മെഡൽ നേടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതിന്റെ വെയിറ്റ് നോക്കുന്ന കാര്യത്തിലെല്ലാം തന്നെ ചില ഇളവുകൾ കിട്ടാറുണ്ട്. പക്ഷെ എനിക്കറിയില്ല, ഇന്റർനാഷണൽ ലെവൽ ആയതുകൊണ്ട്, ഒളിമ്പിക്സ് ആയതുകൊണ്ടൊക്കെ തന്നെ ഇത്ര വലിയ കടുത്ത നിയമങ്ങൾ ഇത് സത്യസന്ധമായി പറയാം, ചില പരിശീലകരൊക്കെ മുമ്പ് പറഞ്ഞു കേട്ടതിൽ നിന്ന് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഇന്റർനാഷണൽ മത്സരം ആയതുകൊണ്ടായിരിക്കാം, ഒളിമ്പിക്സ് ആയതുകൊണ്ടായിരിക്കാം ഇത്ര കടുത്ത അതുണ്ടായത്. അല്ലെങ്കിൽ ആ ഒളിമ്പിക് വേദിയിൽ നമുക്ക് അത്ര കൃത്യമായ രീതിയിൽ ലോബിങ് നടത്താൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. ഇത് തന്നെയായാലും നഷ്ടം രാജ്യത്തിനാണ്. വലിയൊരു സ്വപ്നമാണ് പൊലിഞ്ഞു പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ വനിതയ്ക്ക് കഴുത്തിൽ ഒരു ഒളിമ്പിക് സ്വർണ്ണ മെഡൽ അണിഞ്ഞു കാണാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടായില്ല എന്ന് പറയാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ എങ്കിൽ പോലും കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇപ്പം വിനീഷ് ഫോഗട്ട് മാത്രമായിട്ട് പറയുന്ന കാര്യമില്ല. ഇതിനായിട്ട് വിനീഷ് ഫോഗട്ട് മാത്രം ഒളിമ്പിക്സ് പോയാൽ മതിയല്ലോ. സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെ ആവശ്യമില്ല, ചെയ്യാൻ പറ്റണം. ഒരു ജോലി അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞ് ആ ജോലിക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള സമ്പത്തും ഇതെല്ലാം രാജ്യം ചെലവഴിച്ചു കഴിഞ്ഞതാണ്. സപ്പോർട്ടിംഗ് സ്റ്റാഫിന് വേണ്ടി വലിയ സംഘമാണ് പോയിരിക്കുന്നത്. പഴയതിനെ അപേക്ഷിച്ച് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സയന്റിഫിക് ആയ രീതികളുണ്ട്. അതവർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് പരാജയമാണ്. അതിനൊരു ഉത്തരം പറയേണ്ടി വരും, ഇതിൽ യാതൊരു സംശയവുമില്ല. കാരണം അതാണ് അതിന്റെ രാജ്യത്തിന്റെ അഭിമാനമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഫൈനൽ വരെ എത്തി എന്ന് പറയുന്നു, വലിയ സ്വപ്നങ്ങൾ കാണുന്നു, പിറ്റേ ദിവസം പെട്ടെന്ന് ഇങ്ങനെ സാങ്കേതികമായി, ഇത് സാങ്കേതികമായെന്ന് ഞാൻ പറഞ്ഞില്ല, റോൾ ഈസ് റോൾ. ബട്ട് അതിലുണ്ടാകുന്ന ഒരു ചെറിയ ഏറ്റക്കുറച്ചിലുകൾ, ഈ ഏറ്റക്കുറച്ചിലുകളെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നതിന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടായില്ല. അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. നഷ്ടം വലുതാണ്, വലിയ നഷ്ടമായതുകൊണ്ട് തന്നെ അതുകൊണ്ടാണല്ലോ പാർലമെന്റിൽ ഇപ്പൊ മന്ത്രി പ്രസ്താവന നടത്തേണ്ടി വരുന്നത്. പ്രതിപക്ഷം അതിൽ വലിയ ഇഷ്യൂ ആയിട്ട് ഇന്ത്യ മുഴുവൻ ഇതിൽ വലിയ ദുരന്തമായി കാണുന്നതൊക്കെ അതുകൊണ്ടാണ്. ആ ഒരു സാഹചര്യത്തിൽ അത് ഉത്തരം പറയേണ്ടി വരും, മറുപടി പറയേണ്ടി വരും. അതിലിപ്പം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ലേമേനെ സംബന്ധിച്ചിടത്തോളം സംശയിക്കാനുള്ള ഇടയുണ്ട്. കാരണം ഇത്രയും വിവാദപരമായ ഒരു സാഹചര്യത്തിലാണ് അവർ പോകുന്നത് എന്തുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത്. രാഷ്ട്രീയം കലർത്തുകയല്ല, പക്ഷെ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമൊന്നുമില്ല. ഇന്റർനാഷണൽ സ്പോർട്സിൽ, ഇന്ത്യൻ സ്പോർട്സിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമില്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല. രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് പലപ്പോഴും ഇതിലൊക്കെ. ശരി, വളരെയധികം നന്ദി ശ്രീ വിശ്വനാഥൻ. ഒപ്പം ഗിരിധർ ഇപ്പോൾ പാർലമെന്റിൽ മൻസുഖ് മാണ്ഡവ്യ സംസാരിക്കുന്നു. 10 बजे गोल्ड मेडल के अमेरिकी रेसलर सारा एन हिल्डरब्रांड से मुकाबला करना था, जहां तक उनकी तैयारी हेतु सहायता का प्रश्न है। भारत सरकार ने विनेश फोगाट की उनकी आवश्यकता के अनुसार हर संभव सहायता प्रदान की है। उनके लिए पर्सनल स्टाफ भी नियुक्त किए गए हैं जो अपने क्षेत्र के विशेषज्ञ हैं। उनके साथ हंगरी के विख्यात कोच ओलेर अकोस और फिजियो अश्विनी पाटिल हमेशा रहते हैं। इनको ओलंपिक के लिए इनके अतिरिक्त व्यक्तिगत सहायक स्टाफ जैसे विभिन्न स्पारिंग पार्टनर्स, स्ट्रेंथ ऑफ कंडीशनिंग विशेषज्ञ के लिए वित्तीय सहायता प्रदान की गई, जिसका विवरण इस प्रकार है। ओलेर अकोच कोच के रूप में उसके साथ थे, वेन पैट्रिक लॉम्बार्ड स्ट्रेंथ और कंडीशनिंग विशेषज्ञ, अश्विनी जीवन पाटिल फिजियोथेरापिस्ट, मयंक सिंह गरिया स्ट्रेंथ और कंडीशनिंग विशेषज्ञ, शुभम और अरविंद स्पारिंग पार्टनर। इनको पेरिस ओलंपिक चक्र के लिए कुल 70,45,775 की वित्तीय सहायता दी गई है, जिसका विवरण इस प्रकार है। स्पेन के ग्रेट पिक्स में भाग लेने के लिए वित्तीय सहायता, साथ ही 3 जुलाई से 13 जुलाई 2024 10 दिन तक मैड्रिड स्पेन के अंतर्राष्ट्रीय प्रशिक्षण शिविर के लिए अतिरिक्त वित्तीय सहायता। इसके अलावा फ्रांस के बुलोन-सू-मेर में पूर्व ओलंपिक प्रशिक्षण शिविर के लिए अतिरिक्त सहायता की है। 2024 अंतर्राष्ट्रीय कुश्ती संघ सेकंड रैंकिंग सीरीज में 6 जून से 9 जून 2024 4 दिन तक बुडापेस्ट हंगरी में भाग लेने के लिए और 10 जून से 21 जून 2024 तक टाटा ओलंपिक सेंटर हंगरी में अंतर्राष्ट्रीय प्रशिक्षण शिविर के लिए अतिरिक्त सहायक स्टाफ के लिए वित्तीय सहायता की है। स्ट्रेंथ और एयर कंडीशनिंग कोच मिस्टर वाइने पैट्रिक लॉम्बार्ड के लिए टाटा ओलंपिक सेंटर हंगरी में 10 जून से 21 जून 2024 11 दिन तक अंतर्राष्ट्रीय प्रशिक्षण शिविर में भाग लेने के लिए भी वित्तीय सहायता की है।
13 जुलाई 2023 से 16 जुलाई 2023 4 दिन तक बुडापेस्ट हंगरी में 4th रैंकिंग सीरीज में भाग लेना और 10 से 16 जुलाई 2023 16 दिन तक बुडापेस्ट हंगरी में प्रशिक्षण शिविर हेतु इसको वित्तीय सहायता की है। वेलमेकेन बुल्गारिया में 10/11/2022 से 3/12/2022 तक प्रशिक्षण के लिए वित्तीय सहायता दी है। उनके रिहाई प्रक्रिया के लिए आवश्यक उपकरण खरीदने के लिए भी वित्तीय सहायता की गई है। 2020 टोक्यो ओलंपिक चक्र में 1,13,98,224 रुपये का आर्थिक सहयोग उसको किया गया था। 224 पेरिस ओलंपिक चक्र में भी टारगेट ओलंपिक पोडियम स्कीम में 53,35,746 और वार्षिक ट्रेनिंग एवं स्पर्धा कैलेंडर में 17,10,000 कुल मिला के 17,45,775 रुपया हमारे खिलाड़ी को आर्थिक सहायता करके उसको सक्षम करा गया। श्री रघुनंदन राव माननीय अध्यक्ष महोदय, फाइनेंस बिल के ऊपर बात करने का मौका दिया, मैं बहुत बहुत आभारी हूँ आप। माननीय प्रधानमंत्री श्री नरेंद्र मोदी जी के नेतृत्व में हमारा फाइनेंस मिनिस्टर श्री निर्मला सीतारमण जी ने 24 का फाइनेंस बजट रखते हुए इस देश के युवा के लिए, इस देश को आगे बढ़ाने के लिए, स्किल डेवलपमेंट के लिए, अनएम्प्लॉयमेंट को दूर करने के लिए मोर ट्रांसपेरेंसी के साथ ये बजट को लाया है। ये बिल में जो कॉर्पोरेट एक्ट के बारे में बार बार हमारा सांसद लोग बात कर रहे हैं। പാർലമെന്റിൽ ഇപ്പോൾ കായിക മന്ത്രി വിശദീകരണം നൽകിയിരിക്കുകയാണ്. IOA ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചു, പ്രധാനമന്ത്രി ഇടപെട്ടു, അങ്ങനെ പ്രതിഷേധം അറിയിച്ചു എന്നാണ് ഇപ്പോൾ കായിക മന്ത്രി ലോക്സഭയെ പാർലമെന്റിനെ അറിയിച്ചിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം അതേസമയം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, ഏത് രീതിയിലാണ് ഇപ്പോൾ വിശദീകരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കായിക മന്ത്രിയുടെ ഭാഗത്തു നിന്നും വരുന്നത്? വിവരങ്ങൾ. കായിക മന്ത്രി പറയുന്നത് വിനേഷ് ഫോഗട്ടിന് വേണ്ട സൗകര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്തു നൽകിയിട്ടുണ്ട്. 70.75 ലക്ഷം രൂപ അദ്ദേഹത്തിന് ഈ പരിശീലനത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മികച്ച ഫിസിയോ ആൻഡ് കോച്ചസിനെയും വേണ്ട പോലെ നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടാണ് പാരീസിലേക്ക് വിനേഷിനെ അയച്ചത്. അതിന്റെ കൂടെ തന്നെ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം, അതായത് അയോഗ്യതാ വിഷയം അറിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലുള്ള ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ PT ഉഷയെ വിളിച്ച് സംസാരിച്ചിരുന്നു, പ്രതിഷേധം രേഖപ്പെടുത്താൻ പറഞ്ഞിരുന്നു എന്നെല്ലാം. അതായത് സർക്കാർ വിനേഷിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുകയാണ് മന്ത്രി ചെയ്തത്. എന്നാൽ ഇതേ സമയം തന്നെ കടുത്ത പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ടായിരുന്നു. സർക്കാർ വേണ്ട പോലെ ഇടപെട്ടില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിയത്. എന്തായാലും പ്രതിഷേധത്തിലാണ് മന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. അനുവിനി, എങ്ങനെയാണ്, ഏത് രീതിയിലൊക്കെ ആയിരിക്കാം ഇതിന്റെ നമ്മുടെ പ്രതിഷേധങ്ങൾ കൂടുതലായി അറിയിക്കുക? കേന്ദ്രമന്ത്രി സംസാരിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷം ഇതൊരു വിഷയമായി തന്നെ, കാരണം ഒരു തരത്തിലൊരു പിന്തുണയും ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ ഇതൊരു രാഷ്ട്രീയമായി തന്നെ ഈ വിഷയം ഉന്നയിച്ചത് കൊണ്ട് തന്നെ ഇനി ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി കൂടി വരുമല്ലോ സർക്കാരിന്. ഉറപ്പായും സർക്കാരിന് കുറെ കാര്യങ്ങൾ രാജ്യത്തെ ജനങ്ങളോട് പറയേണ്ടി വരുമെന്ന് പ്രതിപക്ഷം പറയുന്നത്. കാരണം ഒളിമ്പിക്സിന് ഒരുങ്ങേണ്ട സമയത്ത് തെരുവിൽ സമരം ചെയ്ത് നടക്കേണ്ട അവസ്ഥയായിരുന്നു വിനേഷ് ഫോഗട്ടിന്. അങ്ങനെ സമരം ചെയ്ത വിനേഷ് ഫോഗട്ടിനെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ചയെല്ലാം രാജ്യം കണ്ടതാണ്. അങ്ങനെ വിനേഷ് ഫോഗട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്തുകൊണ്ടാണോ ഈ നിലയിലുള്ള ഒരു വലിയ കുഴപ്പത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ചില പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ വേണ്ട നിലയിലുള്ള ഒരു പരിഗണന, നേരത്തെ പരിശീലനം, മികച്ച കോച്ചസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും വിനേഷിന് അനുവദിച്ച് നൽകിയിട്ടില്ല തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് കേന്ദ്ര സർക്കാർ. അതേസമയം തന്നെ അതിശക്തമായൊരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വരും ദിവസങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഒറ്റയ്ക്കല്ല വിനേഷ് ഫോഗട്ട്, ഞങ്ങളെല്ലാം ഒപ്പമുണ്ട് എന്ന് പ്രിയങ്ക ഗാന്ധി പറയുന്നു. വിശദീകരിക്കാൻ സർക്കാർ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് KC വേണുഗോപാൽ പറയുന്നു. രാഹുൽ ഗാന്ധി വിനേഷ് ഫോഗട്ടിനൊപ്പം എന്ന് പറയുന്നു. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതിയും എല്ലാം വിനേഷ് ഫോഗട്ടിനൊപ്പം തന്നെ എന്ന് വിശദീകരിക്കുമ്പോൾ പോലും വിനേഷ് ഫോഗട്ട് കഴിഞ്ഞ 2 വർഷങ്ങളിൽ നേരിട്ട കടുത്ത വിവേചനം ഉറപ്പായും വരും ദിവസങ്ങളിൽ കൂടുതൽ ഉയർന്നു കേൾക്കാൻ ഇടയുണ്ട്. അനുപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്. പാർലമെന്റിലാണ്
കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയിരിക്കുന്നത്. അങ്ങനെ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയ നടപടിയിലാണ് ഇപ്പോൾ വിശദീകരണം പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള പിന്തുണയും വിനേഷ് ഫോഗട്ടിന് നൽകിയിരുന്നു. പാരീസിൽ ഉള്ള ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ PT ഉഷ ഉൾപ്പെടെ ഉള്ളവർ ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്, പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ള പ്രതികരണമാണ് ഇപ്പോൾ പാർലമെന്റിൽ നിന്നും വരുന്നത്. മാതൃഭൂമി സ്പോർട്സ് ലേഖകൻ സുരേഷ് പാരീസിൽ നിന്നും ചേരുന്നുണ്ട്. ശ്രീ സുരേഷ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. ഒരു നേരിയ പ്രതീക്ഷ പോലും ഇല്ലാത്ത വണ്ണം തഴയപ്പെട്ടിരുന്നു പൂർണ്ണമായും. എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ IOA പ്രതിനിധീകരിച്ചുള്ള PT ഉഷ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടല്ലോ, നമുക്ക് എങ്ങനെയാണ് ഇടപെടലുകളും പ്രതിഷേധവും ഒക്കെ രേഖപ്പെടുത്തുന്നത്, അറിയിക്കുന്നത്? രാജ്യത്തിന്റെ കായിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിരാശാജനകമായ ഒരു ദിവസമാണ് ഇന്ന് വൈകുന്നേരം ഫൈനലിൽ വിനേഷ് ഫോഗട്ട് സ്വർണം തന്നെ നേടും എന്ന പ്രതീക്ഷയിൽ ഇന്ത്യൻ സംഘം മുഴുവൻ ആവേശത്തോടെ നിൽക്കുമ്പോഴാണ് രാവിലെ ഇത്രയും നിരാശാജനകമായ ഒരു വാർത്ത എത്തിയത്. ഏതായാലും ഇതിനെതിരെ പരാതി വെച്ചാണ് മത്സരങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പൊ അതിൽ ഒരു ഗ്രാം ആണെങ്കിൽ 1 ഗ്രാം, അതുപോലും കൃത്യമായ വെയിറ്റ് കാറ്റഗറിയിൽ നിങ്ങൾ നിന്നില്ലെങ്കിൽ അയോഗ്യയാക്കപ്പെടുന്നുള്ളത് അന്താരാഷ്ട്ര നിയമമാണ്. അതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഈ തീരുമാനം വന്നിരിക്കുന്നത്. അതിൽ ഒരു ഇളവോ വിട്ടുവീഴ്ചയോ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിലും നമ്മൾ ഒരു രാജ്യത്തിന്റെ മെഡൽ പ്രതീക്ഷ എന്ന നിലയിൽ നമ്മുടെ പ്രതീക്ഷകൾ നിലനിർത്താൻ വേണ്ടി നമ്മൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് അനുകൂല നിലപാട് കിട്ടാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. ഏതായാലും രാവിലെ ഈ ഭാരപരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഇതുപോലെ ഒരു 100 ഗ്രാമോളം അധികം വന്നു. 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈലിലാണ് വിനേഷ് മത്സരിക്കേണ്ടത്. അതിൽ ഒരു 100 ഗ്രാം അധികം വന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ കാണുന്നത്. ഏതായാലും ഫെഡറേഷന് പരാതി നൽകുമെന്ന് ഇന്ത്യൻ സംഘം അറിയിച്ചിട്ടുണ്ട്. അതിൽ തുടർ നടപടികൾക്ക് സമയമെടുക്കേണ്ടി വരും. ഇപ്പോൾ പുതിയ വിവരം എന്താണെന്ന് വെച്ചാൽ ഈ മത്സരക്രമം മുഴുവൻ മാറുകയാണ്. ഇന്നലെ വിനേഷിനോട് സെമിയിൽ തോറ്റ എസ്നയിൽ ഗുസ്മാൻ ഫൈനലിലേക്ക് എത്തും. അപ്പോൾ ഫൈനൽ മത്സരം അതനുസരിച്ച് നടക്കും. വെള്ളി മെഡൽ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ചെറിയ തിരുത്തുണ്ട്. ഫൈനൽ മത്സരം നടക്കും. ആദ്യം കിട്ടിയ വിവരം ഫൈനൽ ഉണ്ടാവില്ല, വെള്ളി മെഡൽ മത്സരം ഉണ്ടാവില്ല എന്നായിരുന്നു. ഫൈനൽ മത്സരം നടക്കും. ഇന്നലെ സെമിയിൽ വിനേഷിനോട് തോറ്റ താരം ഫൈനലിൽ മത്സരിക്കും. അതേപോലെ വെങ്കല മെഡൽ മത്സരത്തിൽ നേരത്തെ വിനേഷിനോട് തോറ്റ താരം വെങ്കല മെഡൽ മത്സരത്തിലേക്ക് വരും. അങ്ങനെ മത്സരക്രമം മൊത്തം മാറുകയാണ്. ആ മാറുമ്പോഴും ഇന്ത്യക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത വളരെ നിരാശാജനകമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. തീർച്ചയായും കെ സുരേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അങ്ങനെ നേരിയ പ്രതീക്ഷയ്ക്ക് പോലും വകയില്ല, പൂർണ്ണമായും തഴയപ്പെട്ടിരിക്കുന്നു വിനേഷ് ഫോഗട്ട്. അങ്ങനെ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് നിയമങ്ങളുടെ ആ നൂലാമാലകൾ ഒക്കെ അത് ഒരു വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ അന്താരാഷ്ട്ര മത്സരമായതുകൊണ്ടുകൂടി അത് അങ്ങനെ സ്ഥാപിക്കപ്പെടുകയാണ്. അങ്ങനെ ഇന്ത്യയുടെ എല്ലാ പ്രതീക്ഷകളും പിടിക്കൂട്ടിൽ ആ സ്വപ്നങ്ങളൊക്കെ തന്നെ ഇല്ലാതായി മാറുകയാണ്. വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതയിൽ കടുത്ത പ്രതിഷേധമാണ് കായിക ലോകത്ത് എന്നും രാഷ്ട്രീയമായിട്ടുമൊക്കെ തന്നെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് പാർലമെന്റിൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകിയിരിക്കുന്നത്. അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ നടത്തിയ പ്രസ്താവന പിന്നീട് ഇപ്പോൾ ഒടുവിലായി പാരീസിൽ നിന്ന് വരുന്ന വിവരമനുസരിച്ച് അതിൻ്റെ ഒരു നേരിയ പ്രതീക്ഷയ്ക്ക് പോലും വകയില്ല. കാരണം ഒരു മെഡലും ലഭിക്കാതെ പോകുന്നു. കഴിഞ്ഞ ദിവസം വിനേഷ് ഫോഗട്ട് പരാജയപ്പെടുത്തിയ വ്യക്തി കായിക താരം ഫൈനലിലേക്ക് പോവുകയാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കണം, കടുത്ത പ്രതിഷേധം അറിയിക്കണം. ഒപ്പം നിയമത്തിൻ്റെ കാര്യത്തിൽ, കാരണം കർക്കശമായ നിയമമാണ്, അതിലൊക്കെയുള്ള റിലാക്സേഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഇതിലേക്കൊക്കെ പോകും. ഇന്ത്യയുടെ സമ്മർദ്ദങ്ങൾ എങ്ങനെയാണ്? അങ്ങനെ വലിയ സമ്മർദ്ദം ചെലുത്തി വിനേഷ് ഫോഗട്ടിനെ വീണ്ടും ഫൈനൽ എന്ന ഒരു സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള സാധ്യത ഇതിന് മുന്നിൽ നിൽക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം അധികമുള്ള 100 ഗ്രാം എന്ന് പറയുന്നത് അധികം തന്നെയാണ്. അത് മാറ്റി വിനേഷിനെ വീണ്ടും മത്സരിപ്പിക്കുന്നത് സാധ്യമല്ലാത്ത കാര്യമാണ് ഈ കായിക രംഗത്തെ നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് വിനേഷ് തോൽപ്പിച്ച ക്യൂബയുടെ
താരം ഫൈനലിലേക്ക് എത്തിയത്. ഇനി സാധ്യതകൾ കുറവാണ്. പക്ഷെ അതേസമയം തന്നെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന ചോദ്യമാണ് വളരെ പ്രധാനമായിട്ടും ഉയരുന്നത്. എന്തുകൊണ്ട് സംഭവിച്ചു? കോച്ചസ് ഉണ്ട്, ഒപ്പം തന്നെ ഫിസിയോ ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം നോക്കാൻ ആളുകളുണ്ട്. ഇപ്പോൾ വിനേഷ് തന്നെയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭക്ഷണം പോലും ഇല്ലായിരുന്നു. പലപ്പോഴും വെള്ളം മാത്രം കുടിച്ചാണ് അവർ മത്സരത്തിന് പോലും ഇറങ്ങിയത് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഈ സമയം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാരീസിലെ ഒരു ക്ലിനിക്കിൽ ചികിത്സയിലാണ് നിർജ്ജലീകരണത്തിനെ തുടർന്ന് വിനേഷ് ഉള്ളത്. ഇങ്ങനെയൊക്കെ അവസ്ഥയുണ്ട്. അതേസമയം തന്നെയാണ് ഇന്ത്യയിൽ ചോദ്യങ്ങൾ വരുന്നത്. കാര്യം ഒരു കായിക താരം എന്നതിന് അപ്പുറത്തേക്ക് സ്വന്തം സഹപ്രവർത്തകർക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്ത് പോലീസിന്റെ ബലപ്രയോഗത്തെ നേരിട്ട് പോലീസിന്റെ കസ്റ്റഡിയിലായി ഒക്കെ വലിയ സമരത്തിന് നേതൃത്വം നൽകിയ ഒരു കായിക താരമാണ് വിനേഷ് ഫോഗട്ട്. അതുകൊണ്ട് തന്നെ വിനേഷിനോടുള്ള വൈരാഗ്യം ആരെങ്കിലും തീർത്തതാണോ ഈ ഒരു സംഭവത്തോടു കൂടി എന്നൊക്കെയുള്ള സംശയങ്ങൾ വരുന്നുണ്ട്. ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷത്തെ ചില നേതാക്കളിൽ നിന്ന് വരുന്നുണ്ട്, കായിക രംഗത്തെ ആളുകളിൽ നിന്ന് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഈ ഘട്ടത്തിലാണ് ലോക്സഭയിൽ കായിക മന്ത്രി ഇത് സംബന്ധിച്ച ഒരു പ്രസ്താവന നടത്തിയത്. ആ പ്രസ്താവനയിൽ എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം പറഞ്ഞു, 100 ഗ്രാം കൂടി എന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ട് അയോഗ്യയായി എന്ന് പറഞ്ഞു. അതിനുശേഷം മന്ത്രി പറഞ്ഞു തുടങ്ങിയത് എന്തൊക്കെ സഹായങ്ങളാണ് കേന്ദ്ര സർക്കാർ വിനേഷ് ഫോഗട്ടിന് ചെയ്തത്. അതിൽ ഒന്നാമത്തേത് പരിശീലനത്തിനായി 70.75 ലക്ഷം രൂപ നൽകി, പ്രധാനപ്പെട്ട കോച്ചുമാരെയും ഫിസിയോയെയും നൽകി. അങ്ങനെ മറ്റെല്ലാ സൗകര്യങ്ങളും കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പ്രതിപക്ഷത്ത് നിന്ന് വലിയ പ്രതിഷേധമുയർന്നത്. നിങ്ങൾ എന്ത് സൗകര്യങ്ങൾ സ്ട്രിക്റ്റ് ആണ് നിയമങ്ങൾ എന്ന് പറയുമ്പോഴും അതിലൊക്കെ ചില റിലാക്സേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വരുമ്പോൾ മറ്റൊരു പ്രതികരണം വരുന്നത് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയതിൽ വലിയ പ്രതികരണം നടത്തുകയാണ് വിജേന്ദർ സിംഗ്. താൻ 3 ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട്, നിരവധി ഗുസ്തി താരങ്ങളുമായി സംസാരിച്ചു, 100 ഗ്രാം ഭാരത്തിന്റെ പേരിൽ പുറത്താക്കുന്നത് ശരിയായ നടപടിയല്ല എന്ന് അവരെല്ലാം അഭിപ്രായപ്പെട്ടെന്ന് വിജേന്ദർ സിംഗ് പറയുന്നുണ്ട്. അനൂപ് ദാസ്, അങ്ങനെ കായിക ലോകത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി വരുമ്പോൾ കർക്കശമായ നിയമം അത് ചെറിയൊരു ഗ്രാമമാണെങ്കിൽ പോലും അതൊരു തിരിച്ചടിയായി മാറുന്നു. ഇന്ത്യക്ക് ഏറ്റവും ഒരു കനത്ത തിരിച്ചടി എന്നാണ്, ചരിത്രപരമായ ഒരു സുവർണ നേട്ടത്തിന് അരികെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ വരുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉയരുക സ്വാഭാവികമാണല്ലേ അനൂപ്? ഉറപ്പായിട്ടും കാര്യം നമ്മൾ ഒരു സ്വർണം തന്നെ പ്രതീക്ഷിച്ചതായിരുന്നു. ലോക ചാമ്പ്യനെ കഴിഞ്ഞ 5 വർഷമായി പരാജയം എന്തെന്നറിയാത്ത ഒരു താരത്തെ പരാജയപ്പെടുത്തി വരുന്നു, ലോക 8ാം നമ്പർ താരത്തെ പരാജയപ്പെടുത്തി വരുന്നു. ഇങ്ങനെ വലിയ മുന്നേറ്റം നടത്തിയാണ് ഫൈനലിലേക്ക് വിനേഷ് ഫോഗട്ട് എത്തുന്നത്. ഫൈനലിലേക്ക് എത്തുമ്പോൾ മെഡൽ ഉറപ്പാണ്. പരാജയപ്പെട്ടാൽ മെഡൽ ലഭിക്കും. പക്ഷേ പരാജയപ്പെട്ട് മെഡൽ നേടുക എന്നതിനപ്പുറത്തേക്ക് സ്വർണം തന്നെ ഇന്ത്യയിലേക്ക് വരും, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു എന്നൊരവസ്ഥയായിരുന്നു രാജ്യത്തെ 140 കോടിയിലധികം വരുന്ന ജനങ്ങൾ. അപ്പോഴാണ് ഈ 100 ഗ്രാമിന്റെ ഒരു പ്രശ്നത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കായിക താരം പുറത്തേക്ക് പോകേണ്ടി വരുന്നത് എന്നതാണ് വിഷയം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന ചോദ്യമാണ്. കാര്യം കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി പരിശീലനത്തിലുണ്ടായിരുന്നു. അപ്പോൾ പരിശീലനത്തിനുള്ളപ്പോൾ തന്നെ കോച്ചസ് ഒപ്പം തന്നെ ഫിസി എല്ലാവരും ഒപ്പമുണ്ടല്ലോ. ഈ ഭാരം സംബന്ധിച്ചതും ഒപ്പം തന്നെ ഈ കളി നിയമങ്ങൾ സംബന്ധിച്ചതും എല്ലാം അറിവുള്ള ആളുകളാണ് ഇവരൊക്കെ. പിന്നെ എങ്ങനെ ഈ ഭാരം അധികമാകുന്നു? എന്താണ് അവിടെ സംഭവിച്ചത്? ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? വേണ്ട ശ്രദ്ധയുണ്ടായില്ലേ? ആരെങ്കിലും കരുതി കൂട്ടി ചെയ്തതിനപ്പുറത്തേക്ക് വേണ്ട ശ്രദ്ധയുണ്ടായില്ലേ? തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് കൃത്യമായ പരിശോധന ഇക്കാര്യത്തിൽ വേണമെന്ന് രാജ്യത്തെ പ്രതിപക്ഷവും ഒപ്പം തന്നെ കായിക രംഗത്തെ ആളുകൾ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം വിനേഷ് ഫോഗട്ടുമായി ബന്ധപ്പെട്ട അവരുടെ അമ്മാവനാണ് പ്രധാനപ്പെട്ട പരിശീലനം അവരെ ഈ കായിക രംഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവരൊക്കെ പറയുന്നത് ഇപ്പോൾ രാജ്യത്തിന് സംഭവിച്ചത് വലിയ നഷ്ടമാണ്, പക്ഷേ ഇപ്പോൾ വിനേഷ് ചികിത്സയിലാണ്, ആ ചികിത്സ കഴിയട്ടെ എന്നവർ പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയം വളരെ പെട്ടെന്ന് കെട്ടടങ്ങി പോവാൻ ഇടയില്ല. രാജ്യത്ത് കഴിഞ്ഞ ഒരു വർഷക്കാലം വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നു ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ പരിശീലനത്തിന്റെ സമയത്തൊക്കെ തന്നെ തെരുവിലായിരുന്നു, ജന്തർ മന്ദറിലെ തെരുവിലായിരുന്നു വിനേഷ് ഫോഗട്ട് എന്നോർക്കണം. അങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരെ പൊരുതിയ ആ ഒരു വ്യക്തി ഒരു വലിയൊരു ഒളിമ്പിക്സ് പോലെയുള്ള ഒരു വേദിയിലേക്ക് എത്തുമ്പോൾ തഴയപ്പെടുമ്പോൾ അയോഗ്യയാക്കപ്പെടുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ, വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ലേ എന്ന ചോദ്യമാണ് പ്രസക്തം ആകുന്നത്. അനൂപ് ദാസാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം അടക്കമുള്ള വിശദാംശങ്ങൾ നൽകിയത്.